ബസൂക്ക ട്രെയിലർ. സാർ എന്താ സാർ ഈ പറയുന്നത്? ഗ്രേറ്റ് ഷാഡോ ഗാങ്ങിനെ പോലും മാർക്ക് ചെയ്യാൻ പറ്റാത്ത ഗാങ്സ്റ്റേഴ്സിനെ ഞങ്ങൾ എങ്ങനെ തുടരാം സാർ? അത് പോപ്കോൺ സാർ. ഞങ്ങള് സെക്കൻഡ് ഷോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പടം കണ്ടു വിളിക്കാം. എന്താ ബെഞ്ചമിനിയുടെ ഒരു ബഹളം? പോപ്കോൺ സാർ, നിങ്ങൾ പടം കൊണ്ടുകൊണ്ടിരിക്കുക. പോപ്കോണിന്റെ ബഹളമാണ്. അത് കിട്ടും സാധനമാണ്. ഗൗതം വാസുദേവ മേനോൻ. വിജയ്. So then who are you? Hey buddy. പ്രീസ്റ്റിലെ മമ്മൂക്കാടെ ലുക്ക് കേട്ടോ ആരും കണ്ടപ്പോൾ. 73 വയസ്സുള്ള ചെറുപ്പക്കാരൻ. 8-2-16 ശ്രീറാം പ്ലേസ്. ഈ കഥയിൽ നിങ്ങളുടെ റോൾ നമ്മൾ ചെയ്യാത്ത റോളൊന്നും ഇന്നില്ല ബായ്. സാധനമൊക്കെ കേട്ട് മടുത്ത് നമ്മുടെ സൂപ്പർ സ്റ്റാറുകളുടെ ലാലേട്ടനായാലും മമ്മൂക്കായാലും ഇതിനൊക്കെ ഇതൊക്കെ ഒഴിവാക്കേണ്ട സമയം. നമ്മൾ ചെയ്യാത്ത റോള്, എൻ്റെ റോള് അതായത് മറ്റാർക്കും കൂടെ ചെയ്യാൻ പറ്റില്ല. പണ്ട് ലാലേട്ടൻ പറഞ്ഞ പോലെ നമ്മൾ ചെയ്യാത്ത റോളൊന്നുമില്ല. ഇവർ സ്ഥിരം സാധനമാണ്. മോഹൻലാലും മമ്മൂട്ടിയുള്ള സ്ഥിരം സാധനമാണ്. ഫാൻസ് സർക്കിളാണ്. ഡിനോ ഡേവിസ് ഗൈഡ് പടം ഏകദേശം 1.5-2 വർഷമായിട്ട് ഈ പടം ഷൂട്ട് തുടങ്ങിയിട്ട്. ഇപ്പോഴും ഷൂട്ട് പെൻഡിങ് ആണെന്ന് കേട്ട്. ഡിനോ ഡേവിസിൻ്റെ പടമാണ്. അപ്പോൾ നമുക്ക് അത്യാവശ്യം സംഭവം ഇറുക്ക് ത്രില്ലറാണ്. ഗെയിം ത്രില്ലർ മൂവി ഗണത്തിൽപ്പെടുന്നൊരു സാധനം. മമ്മൂക്ക ഗൗതം സെറ്റാണ്. അപ്പോൾ ഇവർ തമ്മിലുള്ള ഓപ്പോസിറ്റ് നടക്കുന്ന കുറച്ച് കാര്യങ്ങളായിരിക്കണം പടത്തിലുള്ളത്. BGM സെറ്റാട്ടാ. ടെറ പോലുള്ള സാധനം തന്നെ. ഇനി നമുക്ക് വെയിറ്റ് ചെയ്യാം. ഞാനത് കാണിക്കാതിരുന്ന് വേറെ ഒന്നല്ല. ഇനിയിപ്പോൾ വല്ല കോപ്പി റൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ടുണ്ടാകും വെച്ചിട്ട്. അത് കാണേണ്ട ആൾക്കാരൊക്കെ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. അപ്പം എനിക്ക് പേഴ്സണൽ അഭിപ്രായം, ഞാൻ അത്ര കട്ട വെയിറ്റ് ചെയ്യണ മൂവി ഒന്നല്ലത്. കാരണം ഏകദേശം 1.5 വർഷത്തോളമായിട്ട് ഷൂട്ട് കഴിയാതിരിക്കുന്നൊരു മൂവിയാണ്. കാരണം നമുക്ക് പല പല പ്രൊജക്റ്റുകളിലേക്ക് പോയിട്ട് ഡിലേ വന്നിട്ടുള്ളതാണ്. ഇപ്പോൾ വീണ്ടും അതിൻ്റെ ഷൂട്ട് കുറച്ച് ഭാഗങ്ങളൊക്കെ പെൻഡിങ് ഉണ്ടെന്ന് കേട്ടത്. ഇതിൽ ഓണത്തിന് പടം ഇല്ലയെന്ന് തോന്നുന്നു. 99% ഉറപ്പായിട്ടുണ്ട്. മോഹൻലാൽ പടം മമ്മൂക്ക പടം ഉണ്ടാവില്ലെന്ന് ഏകദേശം ഉറപ്പായിട്ടുണ്ട്. ഇനി എന്താ അറിയില്ല കറക്റ്റ്. അപ്പോൾ നമുക്കൊരു സ്റ്റൈലിഷ് ലുക്ക് നമ്മൾ എന്നും കാണുന്നതാണ്. നമുക്ക് ഇന്ന് വന്നു കഴിഞ്ഞാൽ തന്നെ ചുറ്റുള്ളൊന്നും കാണാൻ പറ്റില്ല. ലുക്ക് പിടിച്ചിട്ടിൻ്റെ ചുള്ളം വരിക. അതിലൊന്നും നമുക്ക് യാതൊരു സംശയമില്ല. പടത്തിൻ്റെ സ്ക്രിപ്റ്റ് അതിലാണ് കാര്യമിരിക്കുന്നത്. ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഓപ്പോസിറ്റ് ഗെയിം കാര്യങ്ങൾ, ഇത് നമ്മൾ ഫാൻസ് ഓറിയൻറ്റഡ് മൂവി ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും നമുക്ക് നല്ല ഫിലിം ആവട്ടെ, നല്ലത് സംഭവിക്കട്ടെ, അങ്ങനെ ചിന്തിക്കുക. ബാക്കി എനിക്ക് പ്രത്യേകിച്ച് ഈ ട്രെയിലർ കണ്ടിട്ടൊന്നും തോന്നിയില്ല. സ്ഥിര ക്ലീഷ ഡയലോഗ് കാര്യങ്ങളൊക്കെയാണ് എനിക്ക് തോന്നിയത്. പക്ഷെ ട്രെയിലറിലൊന്നും പടത്തിന് വിലയിരുത്താൻ പറ്റില്ല. നല്ല ട്രെയിലർ വന്നിട്ട് പൊട്ടിപ്പോയ പടങ്ങളുണ്ട്. ട്രെയിലർ മോശമായിട്ട് ബ്ലോക്ക് ബസ്റ്റർ അടിച്ച പടങ്ങളുണ്ട്. അതുകൊണ്ട് ട്രെയിലറിലൊന്നും നമുക്കൊന്നും പ്രതീക്ഷിക്കേണ്ട, ഒന്നും പ്രഡിക്റ്റബിൾ അല്ല. ഓൾ ദി ബെസ്റ്റ് മമ്മൂക്ക. വെയിറ്റിംഗ് ബസൂക്ക. ബൈ.